കടൽക്കിഴവന്മാരുടെ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതിന് ഇനിയും അധികം തെളിവ് വേണമെങ്കിൽ തിരുവനന്തപുരം DCCയിലേക്ക് വന്ന് നോക്കിയാൽ മതി. പാലോട് രവി എന്ന DCC പ്രസിഡന്റ് വർഷങ്ങളായി അവിടെ തന്റെ കസേര വിട്ടുകൊടുക്കാതെ ആർക്കും വിട്ടുകൊടുക്കാതെ കടിച്ചു തൂങ്ങിയിരിപ്പുണ്ട്. ഇത്തവണ എന്തായാലും തിരുവനന്തപുരത്തെ വമ്പൻ തോൽവിയുടെ പശ്ചാത്തലത്തിൽ DCC പ്രസിഡന്റ് സ്ഥാനം തെറിക്കും എന്ന് തന്നെയാണ് സൂചന. രണ്ടുപേരാണ് ഇത്തവണ DCC പ്രസിഡന്റാകാൻ യോഗ്യതയുള്ളവരായി KPCC നേതൃത്വം കണ്ടിരിക്കുന്നത്. ഒന്ന് KS ശബരിനാഥൻ, മുൻ MLA. രണ്ട്, മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെമ്പഴന്തി അനിൽ. ഈ രണ്ടുപേരിൽ ശബരിനാഥനാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ ജനസമ്മതി കൂടുതൽ. കാരണം അരീക്കലിൽ നിന്നും ഒരു ടൈമിൽ ജയിച്ചു വന്ന യുവ കോൺഗ്രസ് നേതാവ് തന്നെയാണ് KS ശബരിനാഥൻ. വ്യക്തമായ നിലപാടുള്ള ശബരിനാഥൻ ഇത്തവണ DCC പ്രസിഡന്റാകും. അല്ലെങ്കിൽ ചെമ്പഴന്തി അനിൽ, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായ ചെമ്പഴന്തി അനിൽ, KPCC സെക്രട്ടറിയുമൊക്കെ ആയ ചെമ്പഴന്തി അനിൽ DCCയുടെ പ്രസിഡന്റാകും എന്ന് തന്നെയാണ് അണികളുടെ വിശ്വാസം. തിരുവനന്തപുരം DCC അങ്ങനെ കോൺഗ്രസിന്റെ പേര് തോണ്ടി തുടങ്ങിയിരിക്കുന്നു. തുടക്കം തിരുവനന്തപുരത്ത് നിന്നാകട്ടെ എന്ന് ഒരു കൂട്ടം നേതാക്കൾ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വേര് തോണ്ടൽ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പെടുന്ന വെള്ളാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ആറ്റിങ്ങൽ നഗരസഭയിലും കരവാരം പഞ്ചായത്തിലും കോൺഗ്രസ് ഇപ്പോൾ സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നതാണ് പിന്നിലാകുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. തിരുവനന്തപുരത്തെ കോൺഗ്രസ് എത്രത്തോളം ദുർബലമാണ്, അതിനപ്പുറം എത്ര ഗ്രൂപ്പുകളെ പേർന്നു, അതൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ അവസ്ഥയിൽ തന്നെ വളരെ വ്യക്തം. അതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറി വെള്ളനാടും കരവാരവും ആറ്റിങ്ങലുമൊക്കെ. ആരോട് മാപ്പ് പറയണം, ആരോട് സമാധാനം പറയണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം DCCയിലെ ഭാരവാഹികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആറ്റിങ്ങലിൽ സംഭവിച്ചെന്താണ്? കോൺഗ്രസ് BJP ബാന്ധവമായിരുന്നു അവിടെ ഉണ്ടായത്. ആ ബാന്ധവം സദാചാരങ്ങൾക്കും അപ്പുറം തകർത്താടിയപ്പോഴാണ് വെള്ളനാട് ഡിവിഷനിൽ UDFന്റെ പ്രതിനിധിയായിരുന്ന വെള്ളനാട് ശശി കോൺഗ്രസിൽ നിന്നും പുകഞ്ഞ് പുറത്തു ചാടിയത്. അങ്ങനെ വെള്ളനാട് ശശി CPMലെത്തി ഇത്തവണ വീണ്ടും ഡിവിഷനിലേക്ക് മത്സരിച്ചു. ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തു. അപ്പോഴാണ് വ്യക്തമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ BJP കോൺഗ്രസ് ബാന്ധവം ഇത്തവണ വെള്ളനാട് ഏശിയില്ല. ഇതോടെ ആരോട് എങ്ങനെ സമാധാനം പറയും എന്നറിയാതെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം DCC. എങ്കിലും വിട്ടില്ല. ഫലം വന്നയുടനെ DCC പ്രസിഡന്റ് പാലോട് രവി ആരോപിച്ചു കഴിഞ്ഞു, CPM BJP ധാരണ ഇതാ പുറത്തായെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആറ്റിങ്ങലിൽ BJP കോൺഗ്രസ് ഡീൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണ്. ആ ഡീൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ല, അല്ലെങ്കിൽ നടപ്പായില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP വൻ മുന്നേറ്റം നടത്തിയ ഡിവിഷനാണ് വെള്ളനാട്. എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ BJPയുടെ വോട്ട് 3-1 കുറഞ്ഞു. ആരാണ് ഇതിന് കാരണം? കോൺഗ്രസ് തന്നെ, യാതൊരു സംശയവുമില്ല. കാരണം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട വെള്ളനാടടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു ഡീൽ. BJPക്ക് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വോട്ട് മറിക്കുന്നു എന്ന് ആരോപിച്ചാണ് അന്ന് വെള്ളനാട് ശശിയടക്കം കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ടുപോയതും. ആറ്റിങ്ങൽ കരവരം മേഖലയിലോ അവിടെ ജയിച്ച 4 BJP പ്രതിനിധികളുടെ വാർഡുകളിൽ അവരിത 3ാം സ്ഥാനത്തേക്ക് പോയി. ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്തായിരുന്നു എന്നും ഓർക്കണം. അവിടെയും കോൺഗ്രസ് കാലുവാരി. CPM വിജയക്കൊടി പാർച്ച വെള്ളനാട് ഡിവിഷനെ 3 മേഖലകളായി തിരിച്ച് രമണി P നായർ, MA വാഹിദ്, AT ജോർജ് എന്നിവർക്കും ഡിവിഷന്റെ ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തനും 41 വാർഡുകളുടെ ചുമതല അതത് DCC ഭാരവാഹികൾക്കും നൽകിയിരുന്നു. പുറമെ വിതുര ശശി, KS ശബരിനാഥൻ XMLA എന്നിവരുടെ നേതൃത്വത്തിൽ വളരെ തിരക്കിട്ട ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചുകൊണ്ട് പാലോട് രവി എന്ന അതികായനായ ജില്ലാ DCC പ്രസിഡന്റ്. പക്ഷേ എന്ത് സംഭവിച്ചു? 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ പറയുന്ന കാരണം VR പ്രതാപനെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിൽ പാളിച്ച പറ്റിയെന്നാണ്. അതാണ് ഇപ്പോൾ DCCയുടെ കുറ്റസമ്മതവും പഴിചാരലും. അണികൾ ഇപ്പോൾ പറയുന്നത് പാലോട് രവിയും കൂട്ടിന് ശിവകുമാറും മത്സരിച്ച് മംഗളം പാടി കോൺഗ്രസ് പാർട്ടിയെ തലസ്ഥാനത്ത് തന്നെ ഭാവിയിൽ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം കുഴിച്ചു മൂടിയെന്നാണ്. പ്രവർത്തകർ പങ്കുവയ്ക്കുന്നൊരു കണക്കുണ്ട്. വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ UDF സിറ്റിംഗ് കുത്തക സീറ്റാണ്. അത് കനത്ത ഭൂരിപക്ഷത്തിൽ അതേ സ്ഥാനാർത്ഥി തന്നെ LDFന് തിരിച്ചു പിടിച്ചു കൊടുത്തു. പെരിങ്ങമല പഞ്ചായത്തിലോ കരിമൺകോട് വാർഡ് 314 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ചു കയറി. കൊല്ലായിൽ 438 വോട്ടിന് LDF തന്നെ ജയിച്ചു. മടത്തറയിൽ 209 വോട്ടിന് LDF സ്ഥാനാർത്ഥി ജയിച്ചു. ഇതോടെ UDFന് ഭരണം അവിടെ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. ആറ്റിങ്ങൽ നഗരസഭയിൽ 2 വാർഡുകളിൽ നടന്ന ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ 2ലും UDF പരാജയപ്പെട്ടു 3ാം സ്ഥാനത്തേക്ക് എത്തി. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് DCC പ്രസിഡന്റ് പാലോട് രവിക്കും മുതിർന്ന ജില്ലയിലെ കോൺഗ്രസ് നേതാവ് VS ശിവകുമാറിനും സ്വന്തമാണ്. എന്തായാലും
കോൺഗ്രസ് പാർട്ടിയുടെ അധപതനം തുടങ്ങിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിന് തുടക്കമിട്ടിരിക്കുന്നതും തലസ്ഥാനത്ത് തന്നെയാണ്. സാധാരണ KPCC നേതൃത്വത്തിന്റെ പദയാത്രയോ ജാഥയോ സംസ്ഥാനം മറികടന്നുള്ള യാത്രകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വന്നവസാനിക്കുന്നത് തലസ്ഥാനത്ത് തിരുവനന്തപുരത്താണ്. പക്ഷേ ഇവിടെ ഇതാ പാർട്ടിയുടെ തകർച്ച വേരുതോണ്ടൽ തലസ്ഥാനത്ത് നിന്നും തുടങ്ങിയിരിക്കുന്നു.